ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അങ്ങനെ ഒഫീഷ്യലി കെവിൻ ഫൈഗി സാൻഡിയാഗോ കോമിക്കോണിൽ വെച്ച് മാർവൽ സ്റ്റുഡിയോസിന്റെ അപ്കമിങ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ചില അപ്ഡേറ്റൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ്. പിന്നെ വെംസിന്റെ മെയിൻ ബിഗ് ബാഡ് ആയിട്ടുണ്ടായിരുന്ന ക്യാങ്ങിനെ, ഈ ഒരു മൾട്ടിവേഴ്സ് അകലെ ഒരു വില്ലനായിട്ടുണ്ടായിരുന്ന ക്യാങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഡോക്ടർ ഡൂമിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഡോക്ടർ ഡൂമിനെ അവതരിപ്പിക്കുന്ന ആക്ടറിനെയും ഇവർ ഈ ഇവന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട അവഞ്ചേഴ്സ് മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെയും ഈ ഒരു ഈവന്റിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു സാൻഡിയാഗോ കോമിക്കോണിൽ കെവിൻ ഫൈഗി ആദ്യം പറഞ്ഞത് ഈ അടുത്ത വർഷം റിലീസാകാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 മൂവീസിന്റെ അപ്ഡേറ്റ്സുകളാണ്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, തണ്ടർ ബോൾട്സും പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ. ഈ 3 മൂവീസിന്റെ അപ്ഡേറ്റ്സ് ആണ് കെവിൻ ഫൈഗി ആദ്യം തന്നിട്ടുള്ളത്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിനെ കുറിച്ച് കെവിൻ ഫൈഗി പ്രധാനമായിട്ട് പറഞ്ഞത് ഇത് വിന്റർ സോൾജർ പോലെ ഒരു ഗ്രൗണ്ടഡ് ആയ സ്റ്റോറി ലൈൻ ആയിരിക്കും ഈ ഒരു മൂവിക്ക് ഉണ്ടാകുക എന്നതാണ്. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ കണ്ടപ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്സെപ്റ്റിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ ഒരു മൂവിയിലൂടെ ആയിരിക്കും എംസിയുവിലേക്ക് ആദ്യമായി അഡമാൻഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കെവിൻ ഫൈഗി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അഡമാൻഡിയത്തിന്റെ കൺഫർമേഷൻ തന്നത് ഈ ഒരു മൂവിയുടെ ഒരു ക്ലിപ്പ് സാൻഡിയാഗോ കോമിക്കോണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലിപ്പിലും നമുക്ക് മനസ്സിലായത് ഈ ഒരു മൂവിയുടെ മെയിൻ ഒരു എലമെന്റ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മൾ എറ്റേണൽസിൽ കണ്ട ആ ഒരു സീനിൽ നിന്നും പൊന്തി വന്നാൽ എൻഡിങ്ങിൽ ആ സീനിൽ നിന്ന് പൊന്തി വന്ന് കണ്ട ആ ഒരു സെലസ്റ്റിയന്റെ ഉള്ളിലാണ് ഈ അഡമാൻഡിയം ഉള്ളത്. ഈ അഡമാൻഡിയത്തിന് വേണ്ടി ഒരു കോൺഫ്ലിക്റ്റ്, കൺട്രീസ് നടന്ന ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം ആ ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു മൂവിയുടെ മെയിൻ ഒരു പ്ലോട്ടായിട്ട് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് ഇതേ രീതിയിലുള്ള ഒരു ഫാൻ തിയറികളെല്ലാം ഈ അഡമാൻഡിയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഫാൻ തിയറികൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു കൺഫർമേഷനാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ മൂവി റിലീസാവുന്നത് 14 ഫെബ്രുവരി 2025 പിന്നീട് നമുക്ക് കിട്ടിയത് തണ്ടർ ബോൾട്സിന്റെ അപ്ഡേറ്റ്സുകളാണ്. ഇത് തണ്ടർ ബോൾട്സിന്റെ അപ്ഡേറ്റ്സുകൾ അത്രയുണ്ടോയെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും നമുക്ക് കിട്ടിയത് ഒരു ടീസറാണ്. സാൻഡിയാഗോ കോമിക്കോണിൽ മൂവിയുടെ ഒരു ടീസർ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ടീസറിൽ മെയിനായിട്ട് കാണിച്ചത് ഇവരുടെ കുറച്ച് ഇൻട്രോയും കുറച്ച് കാര്യങ്ങളും പിന്നെ അവഞ്ചേഴ്സ് ടവറിൻ്റെ ഒരു ടീസർ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു അവഞ്ചേഴ്സ് ടവറിൻ്റെ ടീസ് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ അവഞ്ചേഴ്സ് ടവർ ആരാണ് വാങ്ങിയതിനെ പറ്റി പല തിയറികളും ഡൗട്ടുകളും എല്ലാവരിലും ഉണ്ടായിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഈ മൂവിയിലൂടെ കിട്ടുമെന്നാണ് ഇപ്പോൾ ടീസറിൽ ഈ അവഞ്ചേഴ്സ് ടവർ കാണിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ടീസർ അധികം വൈകാതെ തന്നെ നമുക്ക് ഒഫീഷ്യലി റിലീസാവുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മൂവി റിലീസാവുന്നത് 13 ഏപ്രിൽ 2025 പിന്നെ നമുക്ക് കിട്ടിയത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. അടുത്ത വർഷം എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു MC മൂവി തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ. ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ റിവീലിംഗും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ്. ഇതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒഫീഷ്യൽ കാസ്റ്റിനെയും ഈ ഒരു സാൻഡിയാഗോ കോമിക്കോൺ പാനലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവിയിൽ മെയിനായിട്ട് വരുന്നത് പെട്രോ പാസ്കൽ റിച്ചാർഡായിട്ടും വെനീസ കർബി സൂസൻ സ്റ്റോം ആയിട്ടും ജോസഫ് കിന്ന് ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ഈബയൻ മോസ് വരുന്നത് ടിങ് ആയിട്ടുമാണ്. ഈ ഒരു ക്യാരക്ടർ കാസ്റ്റിന്റെ അനൗൺസ്മെന്റ് എല്ലാം തന്നെ നേരത്തെ നമുക്ക് ലഭിച്ചതാണ്. ഇതുകൂടാതെ തന്നെ ഇവർ കാണിച്ചൊരു ക്ലിപ്പിൽ ഗലാറ്റസിന്റെ ഒരു റിവ്യൂ ഒരു ഫസ്റ്റ് ലുക്കും കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള പല അപ്ഡേറ്റുകളും നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് 60s ഒരു വേർഡിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പാരൽ വേർഡ്, ഒരു വേറെ യൂണിവേഴ്സിലാണ് ഈ സ്റ്റോറി നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലായ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു മൂവിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ ഡൂമിനെ ഇൻട്രൊഡ്യൂസും കൂടെ ചെയ്യുന്നത്. കാരണം ഫാന്റാസ്റ്റിക് ഫോർ അടുത്തായിട്ട് വരാൻ പോകുന്ന അവഞ്ചേഴ്സിന്റെ 5ഉം 6ഉം മൂവീസിൽ ഉണ്ടെന്ന് നമുക്ക് ഒരു അപ്ഡേറ്റും കൂടി കെവിൻ ഫൈഗി ഒഫീഷ്യലി ഈ കോമിക്കോൺ ഈവന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കെവിൻ ഫൈഗി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് അധികം വൈകാതെ തന്നെ തുടങ്ങുമെന്നാണ്. കൂടാതെ ഈ മൂവി റിലീസാവുന്നത് അടുത്ത വർഷം ജൂലൈയിലുമായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് എല്ലാവരും വളരെ എക്സ്പെക്ട് ചെയ്തിരുന്ന അവഞ്ചേഴ്സിന്റെ അപ്ഡേറ്റ് ആണ്. ഇനി വരാൻ പോകുന്ന 2 അവഞ്ചേഴ്സ് മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ റിവ്യൂലും കൂടാതെ എംസിയുടെ അടുത്തൊരു ബിഗ് ബാഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഡോക്ടർ ഡൂമിന്റെ റിവ്യൂലും നമുക്ക് ഈ ഒരു കോമിക്കോണിലൂടെ കെവിൻ ഫൈഗി നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു മൾട്ടിവേഴ്സായുടെ ആദ്യത്തെ മെയിൻ വില്ലനായിട്ട് ഉണ്ടായിരുന്നത് ക്യാങ് ആയിരുന്നു. ഇപ്പോൾ ഈ ക്യാങ്ങിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കെവിൻ ഫൈഗി ഡോക്ടർ ഡൂമിനെ എംസിന്റെ ഒരു മൾട്ടിവേഴ്സായിട്ട് ഒരു ബിഗ് ബാഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഡോക്ടർ ഡൂമിനെ എംസിയിൽ അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം RDJ ആണ്. അങ്ങനെ ഒഫീഷ്യലി RDJ ഡോക്ടർ ഡൂമായിട്ട് MCUവിലേക്ക് റിട്ടേൺ ആവുകയാണ്.
ഒരു ഡോക്ടർ ഡൂമിന്റെ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ആ ഒരു ഫേസ് റിവീൽ നടത്തിക്കൊണ്ട് RDJ തന്നെയാണ് ഈ ഒരു അനൗൺസ്മെന്റ് ഒഫീഷ്യലി നടത്തിയിട്ടുള്ളത്. ആ ഒരു വീഡിയോ തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം കിട്ടുന്നുണ്ട്. അത് ഒരു വേറെ ലെവൽ വീഡിയോ തന്നെ, ആ ഒരു ഫേസ് റിവീൽ വേറെ ലെവൽ തന്നെയായിരുന്നു. ഇപ്പോൾ MCUലേക്ക് RDJ റീ എൻട്രി ചെയ്തിരിക്കുന്ന ഒരു വില്ലനായിട്ടാണ്. അതും MCUലെ അല്ലെങ്കിൽ മാർവൽ കോമിക്സ് എവിടെ നമ്മൾ എടുത്തു നോക്കിയാലും വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വില്ലന്മാരിൽ ഒരാളായ ഡോക്ടർ ഡൂമായിട്ടാണ് RDJ തിരിച്ചു വരുന്നത്. അതുകൊണ്ടൊരു പവർഫുള്ളായൊരു വില്ലൻ ക്യാരക്ടറിനെ RDJയിലൂടെ നമുക്ക് കിട്ടുന്ന ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് RDJ ഡോക്ടർ ഡൂമായിട്ട് ആദ്യമായി വരാൻ പോകുന്ന ഒരു മൂവി എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണെന്നാണ്. ഇത് അവഞ്ചേഴ്സിൻ്റെ 5ാമത്തെ മൂവിയാണ്. ആദ്യം ഈ മൂവിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാങ് ഡൈനാസ്റ്റി ആയിരുന്നു. അത് പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഡൂംസ്ഡേ ആക്കിയിരിക്കുകയാണ്. കാരണം കാങ്ങിനെയാണ് റീപ്ലേസ് ചെയ്ത് ഡൂമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂവിക്ക് ഇപ്പോൾ ഡൂംസ്ഡേ എന്ന പേര് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡോക്ടർ ഡൂമിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലൂടെ മാത്രമാണെന്ന്. മേ ബി ഇതിനു മുമ്പ് വരാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മൂവിയിലൂടെ ആയിരിക്കും മേ ബി ഡോക്ടർ ഡൂമിനെ ആദ്യം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ ഇൻട്രൊഡ്യൂസ് കൊടുത്താൽ ഈ അവഞ്ചേഴ്സ് മൂവിയിലേക്ക് വരുമ്പോൾ ആ ഡോക്ടർ ഡൂമിൻ്റെ ക്യാരക്ടറിൻ്റെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ റിലീസ് ആവുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെയ് 2026 പിന്നെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർഡ്സിൻ്റെയാണ്. അവഞ്ചേഴ്സ് സീക്രട്ട് വാർഡ്സ് മെയ് 2027 റിലീസാവുന്നത്. ഈ അവഞ്ചേഴ്സ് സീക്രട്ട് വാർഡ്സും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും ഈ രണ്ട് മൂവിയും ഡയറക്റ്റ് ചെയ്യുന്നത് റൂസോ ബ്രദേഴ്സാണ്. റൂസോ ബ്രദേഴ്സ് അവസാനമായി ഡയറക്റ്റ് ചെയ്ത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമാണ്. അതിനുശേഷം MCUയിലേക്കുള്ള റൂസോ ബ്രദേഴ്സിൻ്റെയും ഒരു റീ എൻട്രിയാണ്, റിട്ടേൺ ആണ് ഈ രണ്ട് മൂവിയിലൂടെയും നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് മൂവിയിലും ഡോക്ടർ ഡൂമായിട്ട് RDJ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറും ഈ ഒരു അവഞ്ചേഴ്സ് മൂവിയിലും ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഫാന്റാസ്റ്റിക് ഫോർ ഈ അവഞ്ചേഴ്സിൻ്റെ രണ്ട് മൂവിയിലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡോക്ടർ ഡൂമിനെ മേ ബി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് ഫോറിലൂടെ തന്നെയാവും. കാരണം ഫാന്റാസ്റ്റിക് ഫോർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് വേറൊരു യൂണിവേഴ്സിലാണ്. ഒരു ഡോക്ടർ ഡൂമിനെയും കാണിക്കാൻ പോകാൻ ചാൻസ് കൂടുതലും വേറെ യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ഡോക്ടർ ഡൂമായിട്ടായിരിക്കും. അപ്പോൾ മേ ബി ഈ ഡോക്ടർ ഡൂമും ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് മേ ബി ഒന്ന് തന്നെ ആവാനാണ് ചാൻസ്. ഇത്രയുമാണ് നമുക്ക് മാർവലിൻ്റെ ഭാഗത്തു നിന്നും ഈ സാൻഡിയാഗോ കോമിക്കോണിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഈ അപ്ഡേറ്റുകളൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു നമുക്ക് ഫാന്റാസ്റ്റിക് ഫോറിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ വേൾഡിനെ നമുക്ക് കാണിച്ചു തന്നതാണ്. ഒരു ക്ലിപ്പ് അവർ ഈ ഒരു സാൻഡിയാഗോ കോമിക്കോണിൽ ഈ ഒരു മൂവിയുടെ ഭാഗത്തു നിന്ന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പിൽ നമുക്ക് വ്യക്തമാവുന്നത് ഈ ഒരു മൂവി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് 60s ഒരു പാരൽ വേൾഡിലാണെന്നാണ്. അതുമാത്രമല്ല കൂടാതെ ബ്രേവ് ന്യൂ വേൾഡിലൂടെ അഡമാൻഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മ്യൂട്ടൻസ് എക്സ്മാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് RDJയുടെ ഡൂമായിട്ടുള്ള റിട്ടേണും പിന്നെ റൂസോ ബ്രദേഴ്സിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റിട്ടേൺ. ഇതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ MCUവിൻ്റെ വലിയൊരു കംബാക്ക് തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഈ ഒരു അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്ന കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു മൂവീസിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മൂവിയാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു RDJ റിട്ടേണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഗൈസ്, ബൈ.